ഹായ് ഒരുവൻ. ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് ബോൾട്ടിൻ്റെ മസ്താങ് എഡിഷനിൽ ടോർക്ക് ട്രൂ വയർലെസ് ബഡ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടായ ഒരു പോസിറ്റീവും നല്ല നെഗറ്റീവും എല്ലാം കൂടിയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലിപ്പോൾ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയാനുള്ള കാര്യം ഞാൻ ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സൊക്കെ നല്ല രീതിയിലുണ്ട്. നോർമലി തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്പൊക്കെ ഉണ്ട്, ബോട്ടിൻ്റെ ആപ്പ് ഉണ്ട്. ആപ്പ് നമ്മൾ ആഡ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ പാസ് ഉണ്ട്. പിന്നെ നമ്മൾ ആപ്പിലൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പാസും അതുപോലെ വോളിയം എല്ലാം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നെഗറ്റീവിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കുറഞ്ഞു വന്നു തുടങ്ങി. ആദ്യമൊക്കെ നല്ല രീതിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ കുറഞ്ഞു വന്നു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ടൈമിൽ ഏപ്രിൽ തുടക്കത്തിൽ ഞാൻ സൗദിയിലേക്ക് പോകാനായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്തെങ്കിലും സർവീസിന് അയച്ചാൽ തന്നെ പിന്നെ വരാൻ ടൈം എടുക്കും. അപ്പോൾ എനിക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർക്ക് മെയിൽ ഇതുപോലെ പ്രൊഡക്റ്റിന് വാറൻറ്റി ക്ലെയിമിനൊക്കെ ചെയ്തു, അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ മെയിൽ വന്നപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബോൾട്ടുകാർക്ക് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ബ്രാൻഡുകൾക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് പിക്കപ്പ് ചെയ്തു തരും. എന്നാൽ ബോൾട്ടുകാർക്ക് അതും ചെയ്തു തരില്ല. അവർ സർവീസ് മാത്രം പറയൽ മാത്രമല്ലോ, ഒറ്റ സർവീസ് ഇല്ല. സർവീസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ എന്തെങ്കിലും കൊറിയർ ഓഫീസ് അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് നമ്മൾ പാക്ക് ചെയ്തങ്ങ് അയക്കണം. നോർമൽ പാക്ക് ചെയ്ത് അയക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടെ ഇവിടുന്ന് അവരെ ന്യൂഡൽഹി അഡ്രസ്സിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് അയക്കാം. അതൊട്ടും സേഫല്ല. അങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ 150 സംതിങ് ആണ് റേറ്റ് വരിക. പക്ഷേ അങ്ങനെ പോയിട്ട് പ്രൊഡക്റ്റൊക്കെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അത് പറഞ്ഞിട്ട് നമുക്ക് സർവീസും ഒന്നും തരാതോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പാക്കിങ്ങിലും ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് 370 രൂപയാണ് ചാർജ് വന്നത്. ഒന്ന് ഓർക്കണം, നമ്മൾ വാറൻറ്റിയിലാണ്. ബാക്കി എല്ലാ ബ്രാൻഡുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെൻ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പിക്കപ്പ് റെഡി ചെയ്ത് തരും. ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ നമ്മൾ പൈസ മുടക്കി അവർക്ക് അയച്ചു കൊടുത്ത് അവരെ നന്നാക്കി തരും. അതാണ് സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഏപ്രിൽ ഷട്ട് ഡൗണിന് പോയി, സൗദിയിലേക്ക് ഷട്ട് ഡൗണിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വരണേക്കാളും മുന്നേ വേറെ സംഭവം ഉണ്ടായി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെത് ഈ ഒരു സൈഡ് വർക്ക് ആവാണ്ടായി. ഒറ്റ സൈഡ് വെച്ചിട്ട് ഓടിക്കേണ്ടി വന്നു. കാര്യം എനിക്ക് ഡൗട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 പിന്നുണ്ട്. ഇവിടെയും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചാർജ് ചെയ്യാണ്ടാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എവിടെ ചാർജ് ചെയ്താലും ഒറ്റ ഇതിലേക്ക് തന്നെ കയറുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, 2 സ്ഥലത്തും ചാർജ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷെ അതിൻ്റെ അല്ല പ്രശ്നം, ബഡ്സിൻ്റെ ബാറ്ററിക്ക് വന്ന കംപ്ലൈൻറ്റാണ്. നമ്മൾ ഇതിലിടുമ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സിമ്പിളൊക്കെ കാണിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒറ്റ സൈഡ് മാത്രം വർക്ക് ആവുള്ളൂ. അതാണ് പ്രശ്നം വന്നത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വാറൻറ്റി ക്ലെയിമിന് അപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് അങ്ങ് അയച്ചു കഴിഞ്ഞ് ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ബോക്സ് നമ്മൾ അതിൻ്റെ കിട്ടിയ ബോക്സിൽ വെച്ചിട്ടാണ് സേഫായിട്ടാണ് അയച്ചത്. പറഞ്ഞാൽ ആ ഒരു ബോക്സ് നടുക്കൊരു കട്ടിങ്, ആ കട്ടിങ്ങിൽ ഇത് വെച്ചിട്ട് നമ്മളങ്ങ് അയച്ചു കൊടുത്തു. നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ബോക്സ്, അതിൽ വെറുതെ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്, അതിലങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. കിട്ടുമ്പോൾ നല്ല രീതിക്ക് കുലുങ്ങിയിട്ടാണ് കിട്ടിക്കണേ. ഭാഗ്യത്തിന് വേറെ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. സർവീസൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ വാറൻറ്റി പീരീഡിൽ തന്നെ ഇനി എത്ര വട്ടം കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ തന്നെ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ വാറൻറ്റി ക്ലെയിം ചെയ്ത് സർവീസ് ചെയ്ത് നമുക്ക് കിട്ടണം. ബാക്കി ഒരു ബ്രാൻഡുകാരും ഇങ്ങനെ ചെയ്യണില്ല. ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രോഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഇനി ദയവ് ചെയ്ത് ബോൾട്ട് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റൊന്നും വാങ്ങാൻ നിൽക്കണ്ട. വാങ്ങിക്കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, പലതും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാനീ പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ പെട്ടു. എടുത്ത ആളെ വയ്ക്കുക, ഷോക്കേസിലിട്ട് വയ്ക്കുക, അത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്കതിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പോരായ്മ കൊണ്ട് നമുക്ക് ഇങ്ങനെ പൈസ ഇറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മളിപ്പോൾ കൺസ്യൂമർ കോർട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ പൊട്ടും. മിനിമം ഒരു 10,000 ഒക്കെ പൊട്ടുന്നൊക്കെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ നിലവിലിപ്പോൾ അത് പോകാണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ബോൾട്ട് എന്ന പ്രൊഡക്റ്റ് വാങ്ങണേക്കാളും മുന്നേ ഒന്ന് ആലോചിക്കുക, ഈ പ്രൊഡക്റ്റ് വാങ്ങണോ അതോ വേണ്ടയോ എന്ന്.